ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് തിരികെയാണ്. ഞാനാണ് കുടുംബം മാച്ച്. ഇന്നാരെ പറ്റിച്ചൊരു മന്തി അടിക്കുമെന്നും പറഞ്ഞ് ഞാൻ ആലോചിച്ച് കേന്ദ്ര അടിച്ചിരുന്നപ്പോൾ ദാ പോകുന്നു വാപ്പ. കുളിച്ചൊരുങ്ങി പുതിയ പാന്റ് ഷർട്ട് വിട്ട് ഫിലിം അടിച്ച കാറിൽ ഒറ്റയ്ക്കൊരു യാത്ര. കുണ്ടും വിടുന്നതിന് മുമ്പ് ഞാൻ തൂക്കി. ഉടും പൊട്ടിപ്പിടിക്കുന്ന പോലെ ഞാൻ സൈഡ് സീറ്റ് കയറി ഒട്ടിപ്പിടിച്ചെങ്കിരുന്നു. ഒറ്റയ്ക്ക് പെണ്ണുമ്പിളെ കാണാൻ ഇറങ്ങിയത്, പക്ഷെ കുളമോ തൂക്കി. വാപ്പാടെ ഡ്രൈവിംഗ് തീരെ പോയി 30-35 ഇടയ്ക്ക് പോകും. വാപ്പായ മോട്ടറാക്കി വണ്ടിയുടെ സ്പീഡ് ഒന്ന് കൂട്ടി വരുമ്പോഴത്തേക്കും പെണ്ണുങ്ങളെ കാണും. വീണ്ടും ആ സ്പീഡ് അതുപോലെ അങ്ങ് കുറയും. അങ്ങനെ അവസാനം വാപ്പായ മാറ്റി ഞാൻ അങ്ങ് ഡ്രൈവ് സീറ്റ് കയറി. എത്ര സ്പീഡിൽ കൂടെ പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നത്. ആ വലിയ കാലം ഒരു വട്ടം എടുത്ത് നോക്കുമ്പോൾ 1 കിലോമീറ്റർ കഴിയും. അങ്ങനെ ഇവൻ പറന്നങ്ങ് നടക്കും. ഓട്ട മത്സരത്തിന് വിട്ടവ ഓടണ്ട, നടന്നാൽ മതി, അവൻ ജയിച്ചോടും. അങ്ങനെ മന്തി മനസ്സിലെ കഥ തുറന്നു തന്നപ്പം കൗണ്ടറിൽ 2 ആൽത്തറപ്പൊട്ടന്മാർ. ഇതാണ് മുഹമ്മദ് ഷാൽബിൻ. ഇവൻ മാന്യനാണ്, പക്ഷെ കൂടുള്ള ഇവൻ പിഴയാണ്. പകൽ മൊത്തം ഇവൻ മന്തി മനസ്സിൽ കാണും, പക്ഷെ രാത്രിയായ ചിന്നക്കട റൗണ്ടിൽ സാരിയിലും കാണും. ഡബിൾ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അങ്ങനെ മന്തി കഴിച്ച് വയറ് ഫുള്ളാക്കി നേരെ ഞാൻ ഇവന്റോലോട്ട് വന്നു. അങ്ങനെ ഇവന്റോട് ചെന്നപ്പോൾ ഇതായിരിക്കുന്നു ടൈഗർ ഷിപ്പ് വരണമെങ്കിൽ അവിടെ പെണ്ണുങ്ങൾ കാണണം. പെണ്ണുങ്ങളെ ഇതാണ് ആസിയായും ഫൗസിയായും. ഇവര് തമ്മിൽ ഡിങ്കോൾഫിയാണ് ഗൈസ്. ആസിയ നിൽക്കുന്നവർക്ക് ഫൗസി അതെന്റെ അടുത്ത് പറഞ്ഞു, ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തയ്ക്ക് വേണ്ടി ഇത് കണ്ടോടനെ ആസി പിണങ്ങിപ്പോയി ഗൈസ്. കാരണം കാമുകിയെ കൂൾ മുഹമ്മദ് കവർന്നെടുത്തു. ഇതാണ് വാപ്പ അഫ്സലിന്റെ പെങ്ങൾ സാബ്ര ഇസു. ഞങ്ങൾ അപ്പച്ചേ. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു ചായ പിടിക്കാന്ന് പറഞ്ഞു വന്നപ്പോൾ ഇതായിരിക്കുന്നു അക്ബൽജി. വയസ്സ് 28, ജോലി അയൽക്കൂട്ട കഥകൾ പല ചായക്കടയിലായിട്ട് വിതരണം ചെയ്യും. അതാണ് മെയിൻ പണി. പിന്നെ സൈഡിൽ കൂടെ AC-യുടെ പണിയുണ്ട്. അപ്പോഴാണ് ഞാൻ അരിക്കൊമ്പനെ കണ്ടത്. ഇന്നലെ തിരുനെൽവേലി ജില്ലയിലെ മാറ്റോല എസ്റ്റേറ്റിൽ അരിക്കൊമ്പനെത്തിയെന്ന് നാട്ടുകാർ പറയുന്നു. തോട്ടം തൊഴിലാളികളാണ് ആനയെ കണ്ടത്. ഷാഫി തൊടിയിലിനെ കടത്തി വെട്ടാൻ വേണ്ടി അരിക്കൊമ്പർ റാഫി നാട്ടിലെത്തി. ഇനി പിള്ളേരെല്ലാം പിഴച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ തൗഫിക് ബിരിയുടെ മാമാടെ വീട്ടിൽ പോയി. ഇതാണ് അത്രേ ചുക്കാമണി മുജീബിന്റെ വാപ്പാണ് ഗൈസ്. അല്ല സാറേ, ഞാൻ ടാക്സി ഡ്രൈവർ ചുക്കാമണിയാണ്. ഇതാണ് ചുക്കാമണി മുജീബ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോയി. കണിക്കുന്ന ഫൗസിയും ടീമും പറഞ്ഞു ഞാനൊന്ന് കറുത്തെന്നു. അപ്പൊ പിന്നെ കറുപ്പങ്ങ് മാറ്റാന്ന് വിചാരിച്ചു. അല്ലെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞാൽ കൂൾ മുഹമ്മദ് എന്ത് ചെയ്യും. അങ്ങനെ മുടിയും വെട്ടി ഒന്ന് ഫേഷ്യൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും അവിടുത്തെ ബായി പറഞ്ഞു 550 രൂപ. ഊളമ തേഞ്ഞ് ഗൈസ്. ആകെ 200 രൂപ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ബായി ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ടഫ് സ്റ്റെപ്സും കിട്ടും.